ആദ്യം CPM പ്രതിനിധി ഡോക്ടർ PK ഗോപൻ, ഇപ്പോൾ കേരളത്തിലെ ബജറ്റും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിലുള്ള ബജറ്റാണ് പ്രഖ്യാപിച്ചത്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ പ്രഖ്യാപനങ്ങളിൽ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കൂടി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ബജറ്റ് പ്രഖ്യാപനമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്താണ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എയിംസും അതിവേഗ പാതയ്ക്കപ്പുറം നമുക്ക് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പലതവണ പറഞ്ഞ വിഷയങ്ങൾ അവിടെ നിൽക്കുന്നു. കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്നുള്ള സാഹചര്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ, ശ്രീ ഗോപൻ? പ്രതീക്ഷ യഥാർത്ഥത്തിൽ നമ്മൾ കൈവിടുന്നില്ല. ദേശീയ തലത്തിൽ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വലിയ പ്രതീക്ഷയൊന്നും വെച്ചേക്കണ്ട എന്നുള്ളത്. എങ്കിലും 2-3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടെങ്കിലും അതിൽപ്പെടുന്ന ഒരു സ്റ്റേറ്റ് എന്ന തരത്തിൽ കേരളത്തെ ഈ ഘട്ടത്തിലെങ്കിലും ഏതെങ്കിലും തരത്തിൽ പരിഗണിച്ചാൽ അത് സംസ്ഥാനത്ത് വലിയ ഗുണം ചെയ്യുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ പരിഗണിക്കേണ്ടത് അവരുടെ ഒരു ആവശ്യം കൂടിയാണ്. കാരണം തെരഞ്ഞെടുപ്പാണ് വരുന്നത്. BJPക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ BJPക്ക് ഇവിടെ ഒരു കാര്യമായ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കണമെങ്കിൽ കേന്ദ്ര പ്രഖ്യാപനങ്ങൾ വേണം. അതെ, ഞാൻ പറയുന്നത് അതിൻ്റെയെങ്കിലും പേരിൽ കേരളത്തോടൊരു കനിവ് കാണിക്കുന്നെങ്കിൽ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം വർഷങ്ങളായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ കോടതിയിൽ പോയി നേടേണ്ടുന്ന ഭരണഘടനയിൽ നിക്ഷിപ്തമായ ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ ഉല്ലംഘിക്കുന്ന സ്വഭാവം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി സുപ്രീം കോടതി വരെ നമുക്ക് ഈ കേരളത്തെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ടുപോകേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ചൂരൽമലയിലെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്ന പ്രശ്നം. അതുപോലും സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നു. അത് കൃത്യമായ കണക്കുകളുള്ളതാണ്, കൃത്യമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബഹുമാന്യനായ പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ച് ഉറപ്പ് തന്ന കാര്യമാണ്. അന്ന് മാധ്യമങ്ങളെല്ലാം ഉദ്ഘോഷിച്ചതാണ്. പക്ഷേ എത്ര നിരാശയോടുകൂടിയാണ്, ഒരുമാതിരി ചവിട്ടി അരക്കൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സമീപനമാണ്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. പക്ഷേ ഇത്തവണ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. ഏതായാലും കേന്ദ്ര മന്ത്രിസഭ ബജറ്റിന് അംഗീകാരം നൽകിയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ബജറ്റ് അവതരണത്തിനായി ധനമന്ത്രി എത്തിച്ചേരുമെന്നുള്ളതാണ്.